അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എടുത്തില്ല വെയിറ്റ്, അതിൻ്റെ ആവശ്യമില്ല. എന്നെ നാച്ചുറൽ മണം ഉണ്ടെന്ന് പറഞ്ഞ ആരാ? ഞാൻ പെർഫ്യൂം ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഒരു വഴി വരെ പോവുകയാണ് ഗൈസ്. കഴിഞ്ഞ ദിവസത്തെ ചീറ്റിയ യാത്രയ്ക്ക് ശേഷം ഞങ്ങളത് കണ്ടു കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഇപ്പോൾ പോകുന്നു. ഞാനുണ്ട്, കുഞ്ഞാവയുണ്ട്, കണ്ണാപ്പിയുണ്ട്, സോറി മിസ്റ്റർ വിഷ്ണു എന്നാണ് അവൻ്റെ പേര്. പക്ഷേ കണ്ണാപ്പിയുണ്ട്, ഉഷമയുണ്ട്. ഞങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ, പറഞ്ഞ പോലെ ഞാൻ മാല മാറ്റിയ കാര്യം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. ഇപ്പോൾ താലി മാത്രമാക്കി എടുത്തിട്ട് അതിൻ്റെ കമ്പും കോലുമൊക്കെ ഉഷാമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മളിന്ന് പോകുന്ന ഒരു സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിലെ ടീച്ചർ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മെസ്സേജ് അയച്ചായിരുന്നു. പിന്നെ പൊഴുതന എന്നുള്ള സ്ഥലം അറിയോ, ഇവിടെ വയനാട്ടിൽ തന്നെയാണ്, ടീച്ചറൊന്ന് വരുമോ, നമ്മുടെ കുട്ടികളുടെ അടുത്തൊന്ന് വന്നിട്ട് പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ വെറുതെ പോകുന്നത് ശരിയല്ലല്ലോ. നമ്മൾ പിള്ളേർക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ആദ്യം നമുക്കൊന്ന് പോവാം, പിന്നെ നമുക്ക് നോക്കാം എന്താ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. ഹലോ, പൊട്ടിരിക്കുന്ന താടിക്ക് ഈ ചാർജറാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടപ്പനെ കളിക്കാൻ കൊടുത്തത്. ഉണ്ടപ്പന അടങ്ങിയിരിക്കത്തില്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയാം, ഇവനെ കുത്തക്കേട് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ചാർജറിൻ്റെ കുട്ടൊക്കെ വള്ളിയോ എന്തെങ്കിലും തലയിലിടുന്ന ഹെയർ ബണ്ടൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ചുരുട്ടിക്കെട്ടും. അതായത് അഴിച്ച് അവൻ്റെ കൈയൊന്നും മുറുകാത്ത പോലെ ചുരുട്ടി കെട്ടി കൊടുക്കും. ഇവൻ മണിക്കൂറോളം ഇരുന്ന് ഇത് ഇങ്ങനെ എന്താ സംഭവം എന്ന് പറയാൻ നിന്ന് കാണും താത്തു നോക്കും. ഇത് തന്നെ പരിപാടി. അങ്ങനെ കൊടുത്തതാണ് ഞാൻ ചാർജർ. എൻ്റെ വാച്ച് കൊള്ളാവോ? നമ്മുടെ ലൂക്കേൻ്റെ അമ്മ തന്ന വാച്ച്. ഞാൻ വാച്ച് കെട്ടൽ കുറവാണ്. എൻ്റെ ചുരിദാർ എങ്ങനെയുണ്ട് ഗൈസ്? സാധാരണ എനിക്ക് പലയിടത്തുനിന്നും ഗിഫ്റ്റുകളൊക്കെ വന്ന് സാധാരണ അങ്ങനെയാണ്. ഞാൻ ഡ്രസ്സ് വാങ്ങിക്കൽ കുറവായിരുന്നു, പക്ഷെ കാശ് കൊടുത്ത് മേടിച്ചിട്ടൊരു വിഷമം എനിക്കുണ്ട് ഗൈസ്. ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ്. നമ്മളങ്ങനെ പറഞ്ഞ് ശരിയാണെന്ന് നടത്തില്ല. കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ ഒരു വല്ലാത്ത വേദനയാണ്. ഉണ്ട് കൂട്ടത്തിൽ വില കുറവ് നോക്കി ഞാൻ എടുക്കും. അത് വേറെ കാര്യം. വിഷമം വരുന്നില്ലേ? ഞങ്ങളിന്ന് ഉച്ച കഴിയുമ്പോൾ കാറിൽ പോട്ടോ. എവിടെ പോവും? സീതത്തോട് പോവും. നമ്മൾ ഹിമാലയ പോയില്ലടാ, സോളോ ട്രിപ്പ്. എടാന്ന് വിളിക്കല്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതൊക്കെ വന്നു പോന്നാ. ആദ്യം കുഞ്ഞാ നീ എന്നെ എടീന്ന് വിളിക്കുന്ന നിർത്തിയിട്ട് മോളെ വേറെ പറയില്ലേ, മോളെ എന്ന് വിളിക്കണം. അപ്പൊ എനിക്ക് സ്വയമേ തോന്നുന്നു, എടാന്ന് വിളിക്കുന്നത് ശരിയല്ല. ഈ എടീന്ന് വിളിക്കുമ്പോൾ ഫ്ലോയിൽ എനിക്ക് എടാ വരുന്നത്. അതെന്താ ആരും പറയാത്ത? എടീന്ന് വിളിക്കല്ലെന്ന് അത് മാത്രം ആരും പറയൂല. ഞാൻ എടാന്ന് വിളിക്കല്ലെന്ന് മാത്രം പറയും. അത് ബഹുമാനം ഇല്ലാത്തോണ്ടല്ല. ഏതാ നോക്കി, ഓറഞ്ച്. ഇങ്ങോട്ട് നീങ്ങിയിരുന്ന് കാണട്ടെ. ഇവിടുന്ന് 1 മണിക്കൂറോ മറ്റോ ഉണ്ടെന്നാണ് അവിടുത്തെ ടീച്ചർ പറഞ്ഞത്. ടീച്ചർ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. എനിക്കത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരോ ചോദിക്കും, കുഞ്ഞാവ് വണ്ടി ഓടിക്കത്തില്ല, കുഞ്ഞാക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല. ഇത് കിച്ചു വണ്ടി ഓടിക്കുന്നുണ്ട്. ഇല്ല, കുഞ്ഞാക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല. ഇവിടെ ഒരു കുഞ്ഞി സ്മൈലിയും കൂടെ വരച്ചു തരും. മതി. കണ്ണാപ്പി വരില്ല, പകരം ഉഷയമ്മ മാത്രമേ ഉള്ളൂ. ഉഷയമ്മയുടെ നിറമുള്ള ലഡു. ഉഷയമ്മയ്ക്കും ജിലേബിക്കും ലഡുവിനും ഒക്കെ ഒരു നിറമാണ്. ഞങ്ങൾ വണ്ടി ഒന്ന് തിരിച്ച്, പിള്ളേർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിള്ളേർ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. വീടെവിടെയാ? സംഭാരം എന്തുണ്ട്? സംഭാരം 15 രൂപ. പിള്ളേരായതുകൊണ്ട് മാത്രം നമ്മൾ നിർത്തിയതാണ്. ഓളുടെ പേരെന്നാ? അക്ഷത. ചേട്ടത്തി അനിയത്തിയാ? പിന്നെ ഫ്രണ്ട്സാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5-ലോ? കൂട്ടുകാരിയോ? 8-ലോ? ഇന്നെന്താ ലീവ്? സ്റ്റഡി ലീവ് ഇങ്ങനെയാ കളയുന്ന? ബുക്കും കൊണ്ടിരിക്കേ? അപ്പോൾ ഇതാണ് നമ്മുടെ ലവ് ഷോർ സ്കൂൾ. വീഡിയോ എടുക്കാമല്ലോ അല്ലേ? ഹായ്. ഒരു നോമ്പ് കുറിച്ചുള്ള കുട്ടിക്ക് നോമ്പുണ്ട്. ഉള്ളവര് ഭക്ഷണം കഴിക്കില്ല, അല്ലാത്തവർ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതെയോ? ഹായ്. അതെയോ? ഹായ്. അവിടുന്ന് ഹായ് കാണിച്ചിട്ട് ഫുഡ് കഴിക്കാൻ. എത്ര പേരുണ്ടെന്നപ്പോ?
ഇത് അങ്ങോട്ടാ പേര് പറഞ്ഞോളൂ. പേര് അച്ചോട്ട് വാസി അബ്ദുൾ അസീസ്. രക്ഷതാപ്പന ഞാൻ ടീച്ചർ മറ്റുന്ന ഇത് ടീച്ചർ ഹായ്. സാധാരണ 1 മണിക്കാണ് കഴിക്കുന്നത്. നോമ്പ് ആയതുകൊണ്ട് നമുക്ക് 2 മണിക്ക് വിടും. നേരത്തെ കൊടുക്കും. ഇവരൊക്കെ കഴിക്കുന്നില്ല, നോമ്പാണ് ബാക്കിയുള്ളവർ കഴിക്കാത്ത. സ്റ്റാർട്ട് ചെയ്ത് എത്ര ദിവസം നിൽക്കുന്ന അറിയില്ല. ഇന്ന് നോമ്പ് ഇന്ന് നോമ്പ് ഇനി എത്ര ദിവസം ഒന്നും എത്ര ദിവസം അറിയില്ല. നിൽക്കുന്ന അറിയില്ല. ചിലവർക്ക് കുറെ എടുക്കാനൊക്കെ പറ്റും. സ്കൂളിൽ പോയില്ല. ഇതെന്റെ ആള് ചെറുത് അനിയന്റെ കുട്ടി. മക്കളും മക്കളും ടീച്ചറിന്റെ ഭർത്താവ് ആണോ? അക്കളും ആ എല്ലാം ടീച്ചറും ആ ഭാഗ്യമുണ്ട് അക്കലുണ്ട് ഉണ്ടോ? ഭാഗ്യമുണ്ട് ഭർത്താവ് ഭാര്യ ഭാര്യ ഭർത്താവാ. അപ്പൊ ടീച്ചറിനാണോ ഭാര്യ? അത് ഭാഗ്യമുണ്ട് ടീച്ചറിന്റെ ഭാര്യയുണ്ട്. ആ നാണ്ട് ഇവിടെ വരാറുണ്ടോ? ടീച്ചറിന്റെ ഭാര്യ വരാറുണ്ടോ? ഉപ്പില്ല അപ്പില്ല ആ. എന്തോ ചെയ്യാനുണ്ട്. നാളെ നോമ്പുണ്ടോ? നാളെ ഉണ്ടോ നോമ്പ്? ആ ആണോ? ഞാൻ വണ്ടിയിൽ നിന്ന് സാധനം ആള് പോന്നു. ആ പരിപ്പിലൂർ പോകുന്നു. കഴിച്ചോ? ഭക്ഷണം കഴിച്ചാ? മോൻ തുടങ്ങി? ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി ഭയങ്കര എന്തോ ഇഷ്ടമാണ്. ഒച്ച ഉണ്ടാക്കുന്നുണ്ടോ? എന്താ പറയുന്നത്? ഞാൻ ടീച്ചറേക്കാവാം വേണ്ട 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 വേണ്ട. ആരും ഫോണില് ഫോണില് അതറിയോ? ഇവര് പൊട്ട് വെക്കില്ലല്ലോ. എന്ന് ഞാൻ പൊട്ടു അപ്പൊ നമ്മള് പൊട്ട് വെച്ചിട്ട് വരും. ചെറിയ ദോശയാണ് പൊട്ട് വെക്കാൻ. പറഞ്ഞാലും കേൾക്കൂല. ഇന്ന് വീട്ടിൽ നോമ്പ് തുടങ്ങുന്ന പള്ളി പോയിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചതാ. അപ്പൊ കാക്കത്ത് ഇവന് എങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് സാധാരണ ഈ സമയത്ത് ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? ഫുൾ ടൈം പാമ്പറാണ്. തക്കണം കറി പിന്നെ 10 ഓപ്പറേഷൻ തന്നെ കഴിഞ്ഞു. അതെയോ? ഇവര് സാമൂഹിക വിഭാഗം ഹോട്ടലില് അങ്ങനെ ഓർഫനേജിൽ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് വരാം, ഒരുമിച്ച് പോവല്ലേ? നിങ്ങൾ പോയാ കല്യാണത്തിന്? ഇവർക്ക് സ്വന്തമായിട്ട് വീട് പിന്നെ എന്റെ ലൈഫില് വീട് ഇവളുടെ വീട്ടിലാണ് വീട്ടുകാരാണ് നോക്കുന്നത്. അവരുടെ വീട്ടിൽ പോയി വരും. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ചോറും കറിയൊക്കെ വെക്കുവോ? സപ്പോർട്ട് വേണം. ഇത് കാണാൻ നടത്തു നിന്നോ? ഇതെന്റെ ഭർത്താവ്. വരുന്ന ഇടയ്ക്ക് നോക്കിയിട്ട് ചിരിക്കുന്നു. കറണ്ട് ബില്ല് കറണ്ട് ബില്ലില്ല. കറണ്ട് ബില്ല് കറണ്ട് ബില്ല് അടച്ചു. വലിയ കാര്യങ്ങളാണ്. ചുറ്റുപാട് പോയത്. കരണ്ടില്ലോ? വരുന്നുണ്ടോ? ഇങ്ങനെ എഴുതി വരുന്നുണ്ടോ? ആരും വന്നേ നോക്ക്. ഒരു കൈ കൊടുത്തേ പോയിട്ട് ആശുപത്രി പോകാൻ നേരം വൈകി പോയി. ഈ കയ്യാണോ? രണ്ട് കൈ
അമ്മാവ് അങ്ങള ഇതാണ് ആങ്ങളാ പണിക്കുന്നു മുഖ്യ അറിയാത്ത കാര്യമൊന്നുമില്ല. ഇത് സഫ സഫ വച്ചോ എടുക്കണ്ടേ കുഞ്ഞാ കൊച്ചു വച്ചല്ലേ കേട്ടോ ഇതൊക്കെ സഫയുടെ ചിത്രങ്ങൾ. കുറച്ച് ക്ലോസ് ആയിട്ട് എടുത്ത ബോർഡില് എഴുത്തുകാരിയാണ്. കേട്ടോ നീ കുഞ്ഞാ 689 പാട്ട് എഴുതിയോ? ഇത് എന്നിട്ട് പാട്ടൊക്കെ നല്ല കാണാൻ പറ്റുമോ? എന്താണ് കാണാനാ? എന്താണ് കാണാനോ? ചേച്ചി കണ്ടോളൂ, അവിടെ ഇഷ്ടം മതി. ഇതൊക്കെ എങ്ങനെയാണോ? എനിക്ക് തരുമോ? പ്രിയങ്ക ഗാന്ധിനൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. വരച്ച ആളാണ് ഈ നിൽക്കുന്നത്. ഈ മോള് ഇനി ബാക്കി ടീച്ചർ പറഞ്ഞുതരും. സഫ 4ാം ക്ലാസ് വരെ നല്ല ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. LSS ഒക്കെ കിട്ടിയ കുട്ടിയാണ്. പക്ഷേ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിൽ കാറടിച്ച് തെറിച്ച് 1 മാസം വെന്റിലേറ്ററിലായിരുന്നു. മരിച്ചെടുത്തുനിന്ന് എണീറ്റ് വന്നതാണ്. അപ്പോൾ അവർക്ക് പഴയതൊന്നും അങ്ങനെ ഓർമ്മയില്ല. പുതിയത് നമ്മൾ എന്ത് പറയുന്നോ അത് ചില മൂടാണ്. ചിലപ്പോൾ കഥ നന്നായിട്ട്, ചിലപ്പോൾ അവൾ എന്തൊക്കെയോ എഴുതും. പിന്നെ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ ഫോൺ നമ്പർ അവർ കാണാൻ പഠിക്കും. കണ്ടിട്ടുണ്ടോ എവിടെയും? ടിവിയിൽ പോകണ്ടല്ലോ. ഞാനും സ്മിതടിച്ചവും പാട്ടാണ്. മൈക്കിൽ പാട്ട് പാടുമോ? ഓ നമുക്ക് കേൾക്കാൻ ആണോ? നിങ്ങൾ എഴുതിയ പാട്ടാ? താണിക്കൊണ്ട താഴം എത്തിക്കുന്നു കള്ള വർഷിക്കും സഹായം. ആ ദീപ്തി ചേച്ചിയാ. അടിപൊളിയായിട്ട് പാടിയല്ലോ. തന്നെ പഠിച്ചാ? പഠിക്കാ. ആണോ? ആഹാ, ഡാൻസും ഉണ്ട്. പോകുന്നതിന് മുന്നേ എല്ലാവരുടെയും കൂടെ ഡാൻസ് കാണാൻ പറ്റുമോ? പോകുന്നതിന് മുന്നേ എല്ലാവരുടെയും കൂടെ ഡാൻസ് കാണാൻ പറ്റുമോന്ന്? എന്താടാ ചേച്ചി പാടാത്തയോ? തൊണ്ട വേദന. എന്നാലൊരു പാട്ട്. പാട്ട് വേണ്ട, വേറെന്തെങ്കിലും ചെയ്യാം. നീ ഇനിയും പാടിക്കോ, ഞാൻ കേട്ടോളൂ. ഏത് പാട്ട് പാടല അവനെല്ലാം പുള്ളിനെ ഇഷ്ടപ്പെട്ടു കേട്ടാ. കണ്ണാ തുമ്പിയെ പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം. കളിയാടാം കിളിമരത്തണലോരം, കളിയാടാമേ കിളിമരത്തണലോരം. കണ്ണാ തുമ്പി പോരാമോ, എന്നോട്
ഇന്നുള്ളിൽ പൂക്കാലം വെള്ളം കല്ലിൽ ചില്ലും കൂടൊന്നുണ്ടാക്കാം ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നും എന്നെ പോരാത്തു വാവേ വാങ്ങി വെള്ളം കല്ലിൽ ചില്ലും കൂടൊന്നുണ്ടാക്കാം നാണോ ഉള്ളിനുള്ളിൽ വാവേ വാങ്ങി ആ ടീച്ചറിൻ്റെ കൂടെ എടുക്കാം ആ ആ എന്നോട് കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ കാലം. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ലോണം പാടി. ഇദ്ദേഹം മിണ്ടത്തില്ലേ? ആ ആള് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാ, ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ 2 കൈയും കിട്ടി. ആണോ ഉമ്മയുണ്ട്? ആ ഫ്രണ്ടാ? ആ ടീച്ചറിനോടാ കൂടുതൽ കാര്യം തോന്നുന്നു. ഏ അടുക്കളയൊക്കെ കൊണ്ട് കാണിച്ചോ? ഒരേ ഒരു കുറവ് ഈ പൊട്ടുതൊടിയില്ല അല്ലേ? പൊക്ക ഒരു പ്രശ്നമാണല്ലേ? ആ ഭർത്താവിന് പൊക്കം ഉണ്ടെന്നാ? ആ കുട്ടിയുണ്ട്? കുട്ടി പൊട്ട് തൊടുവോ? കുട്ടി പൊട്ട് തൊടൂല? കാറ് ഓടിക്കുവോ? ഓ അങ്ങനെയാണോ കാർ ഓടിക്കുന്നത്? ആ മറന്നല്ലോ. അതിനെ മിണ്ടാണ്ടിരിക്കുന്നേ? സൈലന്റ്. ഹായ് പറ. ഹായ്. കൈ തരുവോ? കൈ തരുവോ? ആ ആ ദേഹം ഉള്ളതുകൊണ്ട് പിന്നെ സമയം പൊക്കോളൂ അല്ലേ? ആ അതെയോ? വീട്ടിലും ആള് നല്ല വർത്താനമായിരിക്കും അല്ലേ? വീട്ടിൽ മിണ്ടൂല? വീട്ടിൽ ഞാൻ വർത്താനം പറയത്തില്ലെന്ന്. നോമ്പാണ്ട? ആ ആ ഇദ്ദേഹത്തിന് എത്ര പ്രായം കാണും? പ്രായം എത്ര ഉണ്ടാവും? 40. ആ ഈ മോനോ? ഈ കുട്ടിക്ക് 45? എത്ര വയസ്സാ? 18? കണ്ട 17 പറയൂ. ആ ആശുപത്രി പോവോ? ആ ഓ ആണോ? സ്നേഹമുള്ള കൊച്ചാ? ടീച്ചർ പറയുമ്പോ കൊച്ചായോ? ആ 18 വയസ്സുള്ള 2 പിള്ളേര്. ആണോ? ഭാര്യ വന്നോ? ആരുടെ ഭാര്യ? ടീച്ചറിന്റെ ഭാര്യ വന്നിട്ടുണ്ട്. വാ കയറിയിരുന്നോ? അവൻ്റെ ഒരു സന്തോഷമല്ലേ? ആ എന്നാ ഉണ്ട് വർത്താനം? ഇപ്പൊ സംസാരിക്കൂലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഹായ്. പേരെന്നാ? സൗദുവോ? സൗദ്. ആ നിസ്കരിക്കേണ്ടവരൊക്കെ നിസ്കരിക്കാൻ പോയോ? കഴിഞ്ഞോ? ആ ടീച്ചർ എഴുതി തരുമോ? അതെയോ? എഴുതുവോ? ടീച്ചറിന് എഴുതാനൊക്കെ അറിയാം അല്ലേ? ആണോ? പാവം ടീച്ചറാ?
നാട്ടിൽ ബോധം ടീച്ചർ കുറച്ചു പിന്നെ അല്ലേ പറഞ്ഞേ കൊച്ചു ശരിയല്ലെന്ന് പാവമല്ലെന്ന്. അല്ല മോള് വെള്ളം ഇത് ബോധം ടീച്ചറാ. ആ ഇന്നെ കാണാൻ എന്നെക്കാളും എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും വന്നില്ലാരും. കൊള്ളാം, അടിപൊളി. സൂപ്പർ. നിതീഷിനല്ലേ അപ്പൊ ഞാൻ നീ വെച്ചിട്ടാണ് ചേച്ചി എന്ത് വരുന്നത് നിതീഷ്? എങ്ങനെ? മാമന്റെയും ഞങ്ങളെല്ലാ കുട്ടികളും എല്ലാരും കൂടെ ഉണ്ടാക്കിയ ടീച്ചർ പാവം അന്നാലും ഇക്കായി എന്നെ ചുറ്റിലും ഇലക്കായും ഇത് വന്ന ദോശ നടന്ന് എവിടെ കൊണ്ടുവച്ചു സിന കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? بسم الله الرحيم قول الله آمين بسم الله الرحيم قول الله بسم الله الرحيم قول الله بسم الله الرحيم قول الله آمين ചൂടും ചൊടിയും ചെറുചിരിയന്റെ കണ്ണ ചിരിയന്റെ കണ്ണ മുരളിക ചൂടും ചൊടിയും ചെറുചിരിയന്റെ കണ്ണ കണ്ണോ കുട്ടിക്കണ്ണ കാവിനി വന്നമായാതെ കണ്ണ കയ്യിൽ നൽകാൻ മൊത്തം അറിയാതെ ചൂടും ചൊടിയും ചെറുചിരിയന്റെ കണ്ണ. നിനക്ക് കിട്ടിയോ? സമ്മാനം കിട്ടിയോ? അവന്റെ ബാഗ് വെച്ചാ ഇത് ഒളിച്ചിരിക്കുന്നേ? ആ എന്തുവാ ഇത്? അവൻ തരുന്നല്ലേ? മേടിച്ചോ? അവൻ തന്നല്ലേ? നിറച്ച് പൂക്കളൊക്കെ ഉണ്ടല്ലോ. തോടൊഴുകുന്നുണ്ട് ഇവിടെ. മഴയത്ത് പ്രശ്നമായിരിക്കും അല്ലേ? അവിടെ ഒരു വെള്ളം കയറുവോ? ഇതുവരെ വെള്ളം കയറും? പ്രളയം വന്ന പിന്നെ ഈ ബിൽഡിംഗ് ഫുള്ള് മുങ്ങും അല്ലേ? എല്ലാ സാധനവും നഷ്ടപ്പെട്ടു. പുതിയതാക്കിയതാണ് ഇതെല്ലാം. എന്ത് ശാലയാ? ചോറുശാല. അതെങ്ങനെ അറിയാം? എങ്ങനെ അറിഞ്ഞേ? ദേ നമ്മുടെ സബ്സ്ക്രൈബർ കണ്ടുപിടിച്ചു വന്നിരിക്കുന്നു. എവിടെ വണ്ടി കണ്ടിട്ട് വന്നാ? എങ്ങനെ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്ന്? അല്ല ഇവിടെ അതെയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ അറിയാം അറിയാം. അവിടെ ഇരുന്നു.
നമ്മള് കുറച്ചെടുത്തു. ഞാനോ കഴിച്ചിട്ട് പാടട്ടെ. ചേച്ചിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, വർത്താനം പറയാനേ അറിയത്തുള്ളൂ. ഞാൻ ഒരു ആ ചോദിച്ചു നോക്ക്, ചോദിക്ക് നോക്കട്ടെ. ഒരമ്മക്ക് ഒരമ്മൂമ്മക്ക് കേട്ടോ, ഒരമ്മൂമ്മക്ക് ആ അമ്മൂമ്മേന്റെ വീട്ടിൽ പോണം. എനിക്ക് ഒരമ്മൂക്ക് അമ്മൂന്റെ വീട്ടിൽ പോണം. അമ്മേന്റെ അമ്മൂന്റെ അടുത്ത് പോകണം, കബറടുത്ത് പോകണം, ഹോസ്പിറ്റലിൽ വേണം. എങ്ങനെ പോകും? പൊന്നു എന്തെങ്കിലും പറയോ? പൊന്നു പൊന്നു വന്നു, പൊന്നു പോയി. പൊന്നു ചിരിച്ചേ? പൊന്നെ ഒന്ന് ചിരിക്കാവോ? ഞാൻ കുറെ ദൂരെ നിന്ന് വന്നാ പൊന്നുന്റെ ചിരി കാണാൻ. പൊന്നു സുന്ദരിയാണല്ലോ, പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ടല്ലോ. മുടിയൊക്കെ നല്ല സ്റ്റൈലാക്കി ദേഷ്യം വരുമ്പോണ്ടല്ലോ ഇവിടെ പിടിച്ചെടുത്ത് കോഴിക്കോട് ചക്ക വയനാട് കണ്ട എന്നെ കാത്തിരുന്നതാ. ഇതിൽ അടുത്ത വീട്ടിൽ പോയി രാത്രിയിലെ പച്ചക്ക എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളെ വീഡിയോ ടിവിയിലിട്ട് കാണിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്നെ സിനിമയിലെടുത്തോ നോളെ? നോണ പറയലത് ഇതടക്കം നമുക്ക് കാണാം ടിവിയില്. നാണം വന്നു? ആ എനിക്ക് നാണമില്ലെന്ന്. വീഡിയോ അല്ലേ? വരാം. വരും. ബൈ. വരാം.
ഭാഷോൾ എണീന അങ്ങോട്ട് കപ്പച്ച പാടാട് അങ്ങോട്ട് ഭാഷോൾ എണീന എണീന വീഡിയോ കാണുന്ന എല്ലാവരും ഭാഷോളും കഴിഞ്ഞ് നമുക്ക് പറഞ്ഞേടാ Welcome to Ravilogan School. ആഹാ പ്രാർത്ഥിക്കാന്ന് നമ്മൾ മേടിച്ച സാധനം എടുക്കണം അരി ഞങ്ങൾക്കല്ലേ തിരിച്ചുകൊണ്ട് വെച്ചത് ആശ അടുത്ത കാലത്ത് ഇത്ര നല്ല പാട്ട് കേട്ടിട്ടില്ല. നല്ല മോനാ ആര് തമ്മിൽ ഇവർ തമ്മിലോ? ഇവർ തമ്മിൽ അടിയാ? ഞാൻ ഇപ്പൊ ഇവര് തമ്മിലായോ പ്രശ്നം? ഇവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ തമ്മിലാ പ്രശ്നം. പിന്നി പൊട്ടുന്നുണ്ടല്ലോ. കൈ തന്നു മേടിക്കൂല. മരിക്കാതോ? വണ്ടിയിലേറെ അടിയാ രണ്ടും കൂടെ. സാരില്ലെന്ന് കൈ കൊടുക്കുന്നേ. സതീഷ് ഒന്ന് കൈ കൊടുത്തേ. അയ്യോ പ്രശ്നം തീർന്നിരിക്കുന്നു. അത്ര ഉള്ളു കാര്യം. ഇനി വണ്ടിയിൽ വരുമ്പോ അടി ഉണ്ടാക്കല്ലോ കേട്ടാ. മിഠായി എവിടെ? ബാഗിൽ വെച്ചോ? ഒറ്റക്കാണ്ട് ഉയരായിക്കു ഭയങ്കര ഇഷ്ടം മിഠായി. സമയം പിള്ളേർക്ക് പോകണ്ടേ? ആഹാ നല്ല അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ. വിഷമായി പോയി. എന്നകളെ വേണോ? ടീച്ചറെ എന്തോ പറയുന്ന ടീച്ചറെ, ഇവള് പൊട്ടിച്ചതാണോ? അവൾ ഉദ്ദേശിച്ചതല്ലേ? പൊട്ടിച്ചത് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. ഞങ്ങള് പോവാട്ടോ, ഇനി വരാവേ. എന്നാ ഞങ്ങള് പോട്ടെ. നവദമ്പതികൾ കല്യാണം കഴിഞ്ഞ് എത്ര നാളായി? കുറേയായി. എത്ര വർഷമായി? 15 വർഷം കണ്ടായി. 2 ദിവസമായുള്ളൂ. നല്ല പുതുമണവാളനായിട്ടിരിക്കുക. ഇതിന് യൂണിഫോം ഒന്നുമില്ല. കീറ് വലിച്ച് പനിയത്തിനോട് കടം വാങ്ങിട്ട് വന്നതാണ്. ആഹാ വലിച്ചു കീറുന്ന എവിടെയും പോകുമ്പോ അനിയത്തിനെ മറ്റേ പാല് കുടിക്കൂലേ, അങ്ങനത്തെ മൈൻഡില് ചെറുപ്പം തൊട്ടുള്ളതാണ്. രാത്രി ഉറങ്ങണമെങ്കിൽ വേരിൽ കുടിക്കുന്നതിന് വരാ പകരം ഇങ്ങനെ സ്വന്തമായിട്ട് കടിക്കാതെ കടിക്കുമല്ല, ഇങ്ങനെ വായന വെച്ച് എന്റെ ഉപ്പായൻ തന്നെയാ. കഴിഞ്ഞ ആഴ്ച വന്ന അനിയത്തിന്റെ ഉപ്പായിട്ട് അവളതാ ഓർത്തെ, അത് അവളുടെ ഉപ്പായം തന്നെയാണ്. പാവപ്പെട്ട ആണോ? പുറമ്പ് നോക്കില്ലെങ്കിൽ ചെറിയൊരു ഷെഡ് വെച്ചിട്ട് താമസിക്കുന്നു. വഴിയുണ്ടാക്കാം. വീട്ടിലാരാ ഉള്ളത്? 3 കുട്ടികൾ. ആ മോളുടെ അമ്മതേ. മോക്കൊക്കെയാണ് നല്ല സഹായമൊക്കെ വേണ്ടത്. ശരിയാക്കാട്ടോ. നല്ല
നല്ല എഴുതാനൊക്കെ അറിയാം, മിടിക്കുക. ഇടിക്കുക. ഇപ്പോൾ 11 വയസ്സായി അവർക്ക്. ഉറക്കെ പറയോ? ഇത്രയും വലിയ മോളെ എടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. ഇവളെ അപ്പോൾ അവർക്ക് ഇറങ്ങാനും നടക്കാനും മുന്നോട്ടൊക്കെ ഒരു വീടും സ്ഥലവും പുറമ്പോക്കിലായി ഇപ്പം അല്ലേ? താമസിക്കുന്നത്. ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു 2 സ്ഥലമായാലും മതി. ഒരു വീട് നമുക്ക് കിട്ടുകയാണെങ്കിൽ മോളെ കൊണ്ട് സുരക്ഷിതമായിട്ട് വഴി ഉണ്ടാക്കാം. എന്തോ ഇവന്റെ കാര്യം നമുക്ക് ശരിയാക്കാം. ആയിക്കോട്ടെ. നമുക്കും ഇന്നലെ എന്നാ നീ വീട്ടിൽ കൊണ്ടുപോക്കോ? എന്നാ കൊണ്ടുവന്നോ? അത് പറ്റൂല. കുഞ്ഞിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്? കൂലിപ്പണിക്ക്. നിങ്ങളെ പേരെന്താ? സീനത്ത്. ടീച്ചറിന്റെ എൻ്റെ നമ്പർ ഒന്ന് കൊടുത്തരാം കേട്ടോ. ഓ, ഈ സ്ഥലത്ത് നിൽക്കുള്ളൂ എന്നുണ്ടോ നിങ്ങൾ? എവിടെയായാലും പോവോ? സുരക്ഷിതമായിട്ട് ഓളെ കൊണ്ട് എനിക്ക് മനസ്സിലായി. ശരി ടീച്ചറെ, ഞങ്ങൾ അങ്ങനെ മറക്കോ നിന്നെ? ആരെ മറക്കണം? നിന്നെ മറക്കൂല. ഇപ്പൊ ഹായ് അല്ലേ ബായ് അല്ലേ? ഹാപ്പി ആണോ? വണ്ടി കയറ്റി വിടുക, പറഞ്ഞങ്ങ് വിടുകന്ന്. ശരിയാ, വണ്ടിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാ എടുക്കാം കേട്ടോ. വരണേ എൻ്റെ വീട്ടിലോട്ട്. കുഞ്ഞാനെ ഇഷ്ടപ്പെട്ട്. ടീച്ചർ ഇറങ്ങി പോന്നു, ഗേറ്റ് അടയ്ക്കേ. ഞാനുണ്ടെന്ന്. നീ വഴക്കുണ്ടാക്കിയ ടീച്ചർ ഞങ്ങളോട് പോവാന്ന്. ടീച്ചറിനെ വിടൂല അവൻ. ബൈ ബൈ. ഇതിലെ ടീച്ചർ പറഞ്ഞത് കുറച്ച് കുട്ടികളൊക്കെ വയലന്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള 1-2 പേര് ഇവരിവിടെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അടുത്ത് എവിടേക്കാ? കുഞ്ഞാത്ത കുളത്തൂപ്പുഴയോ കാരാപ്പുഴയോ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിള്ളേർക്കൊക്കെ പനി പിടിച്ചത് കാരണം ഇന്ന് 23 പേരേ ഉള്ളൂ. ഇവർ ശരിക്കും 49 പേരുണ്ട് മുഴുവനും കൂടെ. അപ്പൊ അവരൊക്കെ പോയി. അവരൊന്നും വന്നിട്ടില്ല. വരാത്ത കുട്ടികൾ, അതിൽ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞു, നല്ല ഭയങ്കര ഹൈപ്പറാവുന്നു, ഭയങ്കര പ്രശ്നമാവുന്നു, ഒച്ചപ്പാടുകൾ വരുന്നവരോടൊക്കെ. അന്നേരം പറഞ്ഞാൽ നമ്മൾ അടങ്ങിയിരുന്നിട്ടുണ്ടാവില്ല 1 മിനിറ്റ് പോലും. അവനും കൂടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളൊന്നും ഇല്ല. അപ്പം നമുക്ക് ആ ഒരു കൊച്ചു മോളെ കണ്ടില്ല. ഇയാളുടെ പേരെന്തായിരുന്നു? കുഞ്ഞിൻ്റെ അമ്മേൻ്റെ പേരെനിക്കറിയാം, സീനത്തെന്ന്. അപ്പോൾ അവർ പുറംപോക്ക് പോകില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടി ചെറിയൊരു ഷെഡ് കെട്ടിയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. 2 ദിവസം കൂടെ കഴിയട്ടെ. ഞാനിപ്പോൾ ഒന്ന് സീതത്തോട് വരെ പോയിട്ടൊന്ന് വരട്ടെ, വന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാം. പിന്നെ ഈ വീഡിയോ ചിലർക്ക് ബോറടിക്കുമോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ അതായത് ഈ വീഡിയോ ഇവർ TV കണക്ട് ചെയ്ത് കൊടുക്കുമ്പം കുറേ നേരം TV കാണാൻ ഈ പിള്ളേർക്ക് ഇഷ്ടമാണ്. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നവർക്ക് TV വെച്ച് കൊടുത്താൽ കുറേ നേരം ഇരിക്കും. അപ്പോൾ അവർക്ക് അവരെ തന്നെ കാണാൻ കിട്ടുന്ന ഒരു അവസരമായതുകൊണ്ട് പരമാവധി നമ്മൾ കട്ട് ചെയ്യാണ്ട് തന്നെ ഇടും. അവരെ തന്നെ കണ്ടോട്ടെ. നമ്മളെന്നും കാണുന്നവർക്കത് ഏത് രീതിയിൽ ഇനി പഴയ വൈബില്ല, അല്ലെ നാട് മിസ് ചെയ്യുന്നു, വീട് മിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആ മക്കൾക്ക് അവരെ തന്നെ കാണാൻ വേണ്ടിയിട്ടൊരു സന്തോഷം. അവരോർത്തിരിക്കുന്നത് അവരെ സിനിമയിലെടുത്തുന്നാ. അപ്പോൾ അവരെ സിനിമയിലെടുത്ത വീഡിയോ അവരൊന്ന് കണ്ടോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്.